ഹലോ ഗൈസ്, ഇതൊക്കെ മനസ്സിലേക്ക് തുള്ളി തുളുമ്പി ഇരിക്കേണ്ട പൊന്ന് തള്ളേ. അസറായിൽ വരാൻ ടൈം ആയില്ലേ? അന്നൊക്കെ കൊണ്ടുപോവാൻ. ഇത് എന്ത് തള്ളയാണിത്? ഹലോ ഗൈസ്, ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഈ തള്ള പോണത് മക്കളെ ട്രെയിനിന് തലവെക്കാൻ. ആദ്യം പറഞ്ഞുതരാം, ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ഇട്ടിട്ട് അതിൽ കുട്ടികളുടെ ഇടയിൽ നിന്ന് കുടുംബത്തിനിടയിൽ നിന്നൊക്കെ ഈ സാധനം കാണുന്നുണ്ടെങ്കിൽ വേണ്ട, സ്കിപ്പ് അടിച്ചോളുക. ഷാജിയേട്ടാ ആരെ പെർമിഷൻ നാറിയുടെ മോനെ? ആരെ പെർമിഷൻ? ഷാജിയേട്ടാ ഫോണ് തല്ലി തട്ടിയിട്ടിരിക്കുന്ന കള്ള പന്നി അടിക്കാൻ നടക്കും. ഷാജിയേട്ടൻ ഓടിയ വഴിക്ക് ഇനി പട്ടി പോലും ഓടൂല. കാരണം ആ സ്ഥലം ഓടിയ ആ വഴി ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് താരം മറയിൽ പോയിട്ടുണ്ട്. ഫോണ് തല്ലി തട്ടിയിട്ടിരിക്കുന്ന കള്ള ദോ ഓടണ് കാണുന്നുണ്ട്, അതാ ഷാജിയേട്ടൻ. ഫോണ് തല്ലി തട്ടിയിട്ടിരിക്കുന്ന കള്ള മൈലേ. കേരളത്തിന്റെ അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ ഉണ്ടായി വെച്ച ആ ഒരു സ്ഥിതിയും അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഈ രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട്. ഇതൊന്നും അത്ര വലിയ സംഭവമല്ല. പക്ഷെ നമ്മൾ എന്ത് വീഡിയോ ചെയ്താലും ആരും കാണാനില്ല, അത് വേറൊരു കാര്യമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഈ തള്ളയും മറ്റേ ആ ചങ്ങായി ഉണ്ടല്ലോ പുണ്ട, അവന് അത്ര മുന്തിയ ആളൊന്നല്ല. അവനും ചെയ്ത് കൂട്ടുന്നത് മുന്തിയ കാര്യം എന്താന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടല്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇവിടെ ഇരുന്നോണ്ട് പെണ്ണുങ്ങളെ അപരാധം അറിയത്തില്ലേ? ഒന്നാമതായിട്ട് ഈ തള്ള പല പ്രാവശ്യം വിളിച്ചു പറയുന്നുണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, സ്ത്രീകളെ തല്ലാണ്. ഷാജിയേട്ടൻ വന്ന് എന്താടാന്ന് ചോദിച്ച് ഈ ജിനൂസ് എന്ന് പറഞ്ഞുള്ള ആള് നല്ല രീതിക്ക് ഒന്ന് വീക്കി കൊടുത്ത് ഷാജിയേട്ടൻ ഓടി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ സ്ത്രീകളെ തല്ലുന്ന കാര്യമൊക്കെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയാതള്ള അറിയോ? എല്ലാവരും വീട്ടിൽ കയറി ഇതേപോലെ ഷോ കാണിക്കുക, വലിയ മിടുക്കരാന്ന് കാണിക്കാൻ ഒരു വായി നോക്കിയെ വിളിച്ചോണ്ടെന്നേക്കുന്നു. പാവപ്പെട്ടവനെ അടി വിളിപ്പിക്കാൻ വിളിച്ചില്ലേ? നീ എന്തമ്മേ വിളിച്ചില്ലേ? നീ വിളിച്ചില്ലേ എന്തമ്മേ? നീ അല്ലേ ആദ്യം വിളിച്ചേ? നാട്ടിലുള്ളവരെ മൊത്തം നീ അല്ലേ പോലീസിനെ വിളിക്കും. നാട്ടിലെ പഞ്ചായത്ത് നിന്റെ ഉമ്മയാ നാട്ടിലെ പഞ്ചായത്ത്. ഈ തെറിത്തള്ളയുടെ ഷഫീന ബീവി ഇത്താടെ മുഖം നോക്കിക്കേ, ഭയങ്കര ദയനീയ അവസ്ഥയിലാണ്. ഏതെന്നാണെന്നുണ്ടെങ്കിലും ഈ ജിനൂസ് എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ കയറിങ്ങാണ്ട് പോയതാണ് ഈ ഷാജിയേട്ടനൊക്കെ കൂട്ടിങ്ങാണ്ട്. എന്റെ പൊന്നെ മക്കളെ കോമഡി. പിന്നെ ഈ പറയുന്ന സാധനം ഈ ജിനു ആണെങ്കിലും മറ്റാളാണെന്നുണ്ടെങ്കിലും എനിക്ക് വലിയ അഭിപ്രായമൊന്നും ഇല്ല കേട്ടോ. ഈ പഞ്ചായത്ത് വെടിയാണെങ്കിൽ മര്യാദ നീ വന്നെങ്കിൽ നിനക്ക് ചായ തറവാട്ടമ്മേന്ന് വിളിക്കണോ? എടി നിന്നെന്താ വിളിക്കണം? നിന്റെ വീഡിയോ നിന്നെ നക്കിയാക്കി ഊമ്പി ഉണ്ടാക്കിയതല്ല കേട്ടോ. തള്ള ഗൾഫിലിട്ട് ഇവിടെ ഊമ്പി ഉണ്ടാക്കിയല്ല. കൂടാതെ അടി കൊണ്ട് മൂന്ന് അടിച്ച് താഴെ ഇടുമെന്ന് പറഞ്ഞിട്ട് അടിച്ച് താഴെ ഇടറി അടിക്കടി നീ. ഇതിപ്പോ ഈ ജിനൂസ് എന്ന് പറഞ്ഞ ആളതിനെ കൊണ്ട് അയാളെ സ്ഥാനത്ത് വേറെ ആരെയാണെന്ന്
ഞാനാണെന്നുണ്ടെങ്കിൽ ആ തള്ളണ്ടല്ലോ വേറെ ഇതിപ്പം ഒരാളുടെ വീട് കയറി ചെന്ന് കണ്ട് അയാളെ സൗകര്യം സമാധാനമൊക്കെ കെടുത്താൻ ശ്രമിക്കുകയാണ്. ഇത് വേറെ ആരാണ് അടിക്കും നല്ല പച്ച മട്ടലെടുത്തിട്ട് വെട്ടി അടിക്കും തള്ളനെ ഉറപ്പായിട്ടും. ആ ജീനു മറ്റേ എന്താണ് ഷാജിനെ ഓടിച്ചിട്ട് അടിച്ച പോലെ തന്നെ ഈ തള്ളനെ അടിച്ചു. അയ്യോ നീ ഒന്ന് കാലിഞ്ഞ് അടിക്കും അടിക്കും. നിന്നെ പിന്നെ വിളിച്ചതോ? നിന്നെ പിന്നെ എന്തോടി വിളിച്ച പൂറിമോളെ? നിന്നെ എന്തോടി പൂറിമോളെ വിളിച്ചോ? ചീത്ത അല്ലാതെ തന്നെ. നിന്നെ എന്ത് അനിയൻ എന്തോ നിന്റെ ഉമ്മയുടെയും പേര് എന്റെ ഉമ്മ അങ്ങനെ വിളിക്കുന്നില്ല. നിന്റെ തൊള്ളെ പോലെ ഇറങ്ങി അഴിഞ്ഞി നാടുന്നില്ലല്ലോ. നിന്റെ ഉമ്മ മലന്ന് കിടക്കുമല്ലേ റോഡിലൂടെ? അതാണ് കണ്ടിട്ടാണ്. ഈ ജിനൂസ് ഇങ്ങനെ തെറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും പറയാം, നല്ല തെറി ഞാനും പറയും. ഇതിപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, അത് വെറുതെ തന്തയ്ക്കും തള്ളക്കും ഒക്കെ ഭാര്യ എറിയ തൂറിയിട്ട് ഭാര്യ എറിയ ചെയ്യും. ഇതിനൊക്കെ ആവശ്യമുണ്ടോ ശരിക്കും? ഈ സെഫീന ബീബി എന്ന് പറഞ്ഞ ഈ തള്ള, ഈ തെറിത്തള്ളക്ക് എന്തോ ഒരു തരം സൂക്കട. അതിന് മെന്റലാ, സത്യമായിട്ടും മെന്റലാ. പിന്നെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെ ഒരുമാതിരി തൂറി അറിയാം ഏതോ ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെന്നുങ്ങാണ്ട് ഒരുമാതിരി മറ്റേ ഒരു എന്താ പറയാ അമ്മാതിരി ഷാജിയേട്ടനെ പോലുള്ള സാധനത്തിലൊക്കെ കുട്ടിക്ക് പോയി എന്റെ അടി മേടിച്ച് കൂട്ടാൻ വേണ്ടിട്ട് എന്തിനാണ് അടി വെറുതെ പെണ്ണുങ്ങൾ അടിക്കണം എന്ന് ചോദിച്ചിട്ട് ഷാജിയേട്ടന് അടി മേടിക്കുന്നുണ്ട്. ഷാജിയേട്ടന് വേറെ എന്തെങ്കിലും ജെൻഡർ ആണോ എനിക്ക് അറിയില്ല. ഏതെന്നാണെന്നുണ്ടെങ്കിലും എന്റെ പൊന്നാര ഷെഫീനത്തുള്ള ഇങ്ങനൊക്കെ വന്നിങ്ങാണ്ട് തൂറിയായിരുന്നു അത് ഒരാളുടെ വീടിന്റെ മുറ്റത്തൊക്കെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ മഴയൊക്കെ ആസ്വദിച്ചിട്ട് ഈ വയനാട്ടിലെ ആ ദുഃഖാർത്തിയും ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കുറച്ച് മനുഷ്യത്തൊക്കെ മനസ്സിലേക്ക് തുളുമ്പി ഇരിക്കേണ്ട പൊന്ന് തള്ളേ. അസറായിൽ വരാൻ ടൈം ആയില്ലേ അന്നൊക്കെ കൊണ്ടുപോവാൻ? ഇത് എന്ത് തള്ളയാണിത്?